ഹലോ ഹായ്, ഞാൻ ശ്രുതി. എല്ലാവർക്കും ശ്രുതിക ഡ്രീംസ് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻഡെക്സ് കാർഡ് എന്താണെന്നും അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് നമുക്കൊന്ന് കണ്ടാലോ. എന്നെ സംബന്ധിച്ച് ഈ ഇൻഡെക്സ് കാർഡ് എന്നുള്ള രീതി വളരെയധികം ഫലപ്രദമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഉപയോഗിച്ചിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്കും കുറച്ചുകൂടി പ്രയോജനപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു ദിവസം മുഴുവൻ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെ ചെറിയ ചെറിയ ടാസ്കുകളാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സ് കാർഡ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും വേഗത്തിൽ ചെയ്യുന്നതും എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പാത്രം കഴുകുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും മടിയുള്ള ജോലിയാണ് ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്ത് ഞാൻ ആ പണി തീർക്കാറാണ് പതിവ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം കുറച്ച് തുണികളൊക്കെ അലക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. തുണി അലക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുറ്റടിച്ച് വരാം എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ഇൻഡെക്സ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ദിവസവും ചെയ്യുന്ന ജോലീൻ്റെ കൂടെ ആ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ ചെറിയ ചെറിയ ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറാറില്ല. ഈ ഒരു കാർഡ് മെത്തേഡിൽ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. PSC പോലെ ഉള്ള എക്സാമുകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് റിവിഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഏതൊക്കെ കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇൻഡെക്സ് കാർഡിൽ എഴുതി വെച്ച് റിവിഷൻ നടത്താം. റിവിഷൻ എന്നുള്ളത് നമുക്കൊരു ശീലമായി മാറുകയും ചെയ്യും. എല്ലാ പോർഷനിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യും. റിവിഷനായിട്ട് പ്രത്യേകമായിട്ട് നമ്മളൊരു ദിവസമോ സമയമോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഓരോരോ ചെറിയ ചെറിയ പോർഷനായിട്ട് നമുക്ക് ഡെയിലി റിവിഷൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. PSCക്ക് മാത്രമല്ല മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സാധാരണ സ്കൂളൊക്കെ പോകുന്നവർ, അവർക്കും ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു നിലവാരം മനസ്സിലാവുള്ളൂ. അപ്പോൾ മുറ്റടിച്ച് വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുറ്റടിച്ച് വരലിന് ശേഷം മാത്രമേ ഞാൻ തുണി വിരിക്കാൻ പോകാറുള്ളൂ. പൊടിയൊക്കെ പിടിച്ച് പിന്നെയും തുണിയൊക്കെ മുഷിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുറ്റടിച്ച് വരി കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ തുണി ആറിടാൻ വേണ്ടി പോകാറുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്നുള്ളത് കടയിലേക്കുള്ള മുണ്ടൊക്കെ കരി ഒപ്പിച്ച് പിടിച്ചിടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അമ്പലത്തിലേക്ക് പോകാനുള്ള കാരണം ഞാൻ കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ തിരുവങ്ങോട്ട് അമ്പലത്തിലാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം സുധിയാടിൻ്റെ കമ്പനിയിലേക്ക് പോകാൻ. എനിക്ക് കടയിലേക്കും പോകാനുണ്ട്. അപ്പോൾ നമുക്ക് മുണ്ടൊക്കെ പിടിച്ചിട്ട് കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവാം. പല്ല് തേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക എന്നതുപോലെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് ഈ മുണ്ട് പിടുത്തം എന്നുള്ളത്. മുണ്ട് പിടിച്ച് കരി ഒപ്പിച്ചിട്ടാൽ മാത്രമേ എനിക്ക് കടയിൽ പോയിട്ട് വേഗം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. തലേന്ന് വന്നിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ട് ഞാനും സുധിയാടും കൂടി രാവിലെ പിടിച്ചിടാറാണ് പതിവ്. അങ്ങനെ ചെയ്താലേ എനിക്ക് കുറച്ചും കൂടി ഈസി ആവാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ കുറേ ആയി ഞാൻ പോയിട്ട്. അപ്പോൾ അവിടുത്തെ ചുറ്റും അതിലൂടെ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇതിലൂടെ നടക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ശിവക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. തേജുവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം തേജു ഇപ്പോഴാണ് മാല ഇട്ടത്. എനിക്ക് അന്നേരം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പലത്തിൽ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ എൻ്റെ കാർഡ് മെത്തേഡിൽ ഏറ്റവും വലിയ ടാസ്കും എനിക്ക് ഏറ്റവും വേഗം ചെയ്യേണ്ടതായിട്ടുള്ളൊരു ടാസ്ക് ആയിട്ടുള്ളതാണ് എൻ്റെ ഈ അലമാര ക്ലീൻ ചെയ്യുക എന്നുള്ളത്. മുമ്പ് ഓരോരോ ഭാഗമായിട്ടായിരുന്നു ക്ലീൻ ചെയ്തിരുന്നത്, ഓരോരോ തട്ടായിട്ടായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതന്നേരം എനിക്ക് അത്ര എന്താ പറയുക പ്രൊഡക്റ്റീവായി തോന്നിയിട്ടില്ല. ഒരു ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ മറ്റേ ഭാഗം അലങ്കോലമായിട്ട് മാറും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സെക്ഷൻ വരുന്ന സ്ഥലത്ത് ഞാൻ അലമാര ക്ലീൻ ചെയ്യുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമ്മൾ പ്രത്യേകമായി എടുത്ത് വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അലമാരയിൽ തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര വലിയ ടാസ്ക് ഇല്ല. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴായിക്കോട്ടെ, ജോലിക്ക് പോകുമ്പോഴായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ എനിക്ക് ഡ്രസ്സൊന്നും പരതിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സെക്ഷനിൽ ഞാൻ അലമാര ഒതുക്കുക എന്നുള്ളത് കൊടുത്തതിന് ശേഷം എനിക്ക് എല്ലാം കൃത്യമായി കിട്ടുകയും ചെയ്ത് ഈസി ആയിട്ട് കാര്യങ്ങൾ വരികയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇതിൽ കൊടുക്കേണ്ടത്. പിന്നെ കടയിലേക്ക് പോയി. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ഡെലിവറി ഉണ്ടായിരുന്നു തലേന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത്.
അപ്പോൾ അതൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കസ്റ്റമറെ വീട്ടിലേക്ക് പോയി സാധനങ്ങളൊക്കെ കൊടുത്ത് റിട്ടേൺ അവർ സാധനങ്ങൾ തരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കടയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കടയിലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്ന്, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. പിന്നെ കാർഡ് മെത്തേഡിൽ കടയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കടയിലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഡെക്സ് കാർഡ് മെത്തേഡിൽ ഇന്നത്തെ കാർഡ് മെത്തേഡിൽ എനിക്ക് രണ്ടാമത്തെ ടാസ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും വലിയ ടാസ്ക് നമുക്ക് തുണിയൊക്കെ ഒതുക്കുക എന്നുള്ളത്, കബോർഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ടാസ്ക്കായിട്ട്, ചെറിയ ടാസ്ക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓർണമെൻറ്റ്സൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബെഡ്റൂം ക്ലീനിങ് എന്നുള്ള സെക്ഷൻ വരുമ്പോൾ, ഡീപ്പ് ക്ലീനിങ് എന്നുള്ള സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂം ക്ലീനിങ് എന്നുള്ളത് പെട്ടെന്ന് നടക്കും. ഇതേപോലെ തന്നെ ഫാൻ ക്ലീൻ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്, വിൻഡോ ക്ലീൻ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്, മിറർ ക്ലീൻ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുന്ന റൊട്ടീൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ബെഡ്റൂം ക്ലീനിങ് എന്നുള്ളത് ഒരു ടാസ്ക്കായിട്ട് മാറില്ല. സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാവുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ബക്കറ്റ് ലിസ്റ്റ് എന്നുള്ള കാര്യം ഉണ്ടാവല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് നടത്തിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാവണം. അപ്പോൾ അതെന്തുകൊണ്ടും നമുക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു കാര്യം നേടിയെടുത്തതാണ് ഈ ബാംഗിൾ സ്റ്റാൻഡും കുറേയധികം ബാംഗിൾസും. അപ്പോൾ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ നിന്നാണ്. ആദ്യം ഞാൻ കുറേ ബാംഗിൾസ് വാങ്ങിച്ചു, അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ബാംഗിളിൻ്റെ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുപ്പിവള. മീഷോ എന്നല്ലാതെ ഞാൻ നേരിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ള വളകളും ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ടേബിളിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് എടുത്ത് വെക്കാം. ഈ ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവംബർ 17 ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെന്താ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബക്കറ്റ് ലിസ്റ്റിലെ വേറൊരു ആഗ്രഹം കൂടി ഞാൻ ഈ ഒരു വർഷം നേടിയെടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു ഫോട്ടോഷൂട്ടാണ്. സാധാരണ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, അനിയത്തി മാത്രമായിട്ടുള്ള ഒന്നാണ്. അമ്പലത്തിൽ പോവും, രാവിലെ അമ്പലത്തിൽ പോവും, സ്കൂളിലേക്ക് മുട്ടായി കൊടുക്കും, നല്ല ഡ്രസ്സ് ഇടും, കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം അച്ഛൻ, അമ്മ, അനിയത്തി എന്നുള്ളതിൽ മാറിയിട്ട് സുധിയാട്ടൻ, ഞാൻ, തേജു എന്നുള്ളതിലേക്ക് മാറി. സെയിം അമ്പലത്തിൽ പോവും, അവിടുന്ന് പുറത്തുനിന്ന് എവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും, തിരിച്ച് വീട്ടിൽ വരും, ജോലിക്ക് പോകും. സാധാരണ ഒരു ദിവസം നടന്നു പോകുന്ന പോലെ തന്നെ പോകും. പക്ഷേ ഈ വർഷം എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരാഗ്രഹമായിട്ടുള്ള ഫോട്ടോഷൂട്ട് എന്നുള്ള കാര്യം എനിക്ക് നടത്താൻ വേണ്ടി പറ്റി. ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരതൊന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാർഡ് മെത്തേഡിലൂടെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നോട് പറയണേ. എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, പ്രചോദനമാവും ഇതുപോലത്തെ വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണാം. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു, ഐ ലവ് യു.